കേരള തമിഴ്നാട് അതിർത്തിയായ തിരുവനന്തപുരം കളിയിക്കാവിളയിൽ കാറിനുള്ളിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൊല നടന്ന കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്നതായി ദൃശ്യങ്ങളിൽ തിരുവനന്തപുരം കരമന സ്വദേശിയായ ദീപുവാണ് മരിച്ചത്. കാറിനുള്ളിൽ കഴുത്തറത്ത നിലയിലായിരുന്നു മൃതദേഹം. കൂടുതൽ വിവരങ്ങളുമായി ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, എന്താണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്? അന്വേഷണം ഏത് വഴിക്ക് പുരോഗമിക്കുന്നു? ഷഹാന, ഇതൊരു കൊലപാതകമാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന സാഹചര്യത്തിലേക്കാണ് CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. തിരുവനന്തപുരം കളിയിക്കാവിളയിൽ വാഹനത്തിനുള്ളിൽ കഴുത്തറത്ത നിലയിൽ കണ്ടെത്തിയ മൃതദേഹം അതൊരു കൊലപാതകമാണ് എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ. ഇന്നലെ രാത്രി 10:12 ഉള്ള CCTV ദൃശ്യമാണ്. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് വാഹനം റോഡിന്റെ ഒരു ഭാഗത്ത് നിർത്തിയിട്ടിരിക്കുന്നു. ആ വാഹനത്തിന് 4 ഇൻഡിക്കേറ്റർ ലൈറ്റുകളും കത്തുന്നുണ്ട്. വാഹനത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ആ ഇറങ്ങിപ്പോകുന്ന ആളുടെ കയ്യിൽ ഒരു ബാഗുമുണ്ട്. അപ്പോൾ ഇത് ദീപുവിനെ കൊലപ്പെടുത്തി വാഹനത്തിൽ ഉണ്ടായിരുന്ന പൈസയുമായിട്ട് അയാൾ കടന്നു പോയതാണ് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ദീപുവിനെ ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരം കളിയിക്കാവിളയ്ക്ക് സമീപം വാഹനത്തിനുള്ളിൽ കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസിന് ഏറെ നിർണായകമായ CCTV ലഭിച്ചിരിക്കുന്നത്. കൊല്ലപ്പെട്ട ദീപുവിന്റെ പക്കൽ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നതായിട്ട് പോലീസ് പറയുന്നുണ്ട്. ഈ 10 ലക്ഷം രൂപ ഉപയോഗിച്ച് മണ്ണുമാന്തി യന്ത്രം വാങ്ങിക്കാൻ വേണ്ടിയാണ് ദീപു തമിഴ്നാട്ടിലേക്ക് പോയത്. ഇത് അപഹരിക്കുന്നതിനിടെയാണ് ദീപുവിനെ കൊലപ്പെടുത്തി പ്രതി കടന്നു കളഞ്ഞതെന്ന നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തുന്നത്. കന്യാകുമാരി പോലീസും കളിയിക്കാവിള പോലീസും സംയുക്തമായിട്ടായി സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. ദീപുവിനെ കൊലപ്പെടുത്തി പണം അപഹരിച്ചയാളാണ് വാഹനത്തിന് സമീപം നിന്ന് കടന്നു പോകുന്നതെന്ന് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ വിശദമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ഷഹന, തിരുവനന്തപുരം കളിയിക്കാവിളയിലാണ് കാറിനുള്ളിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.